നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ച് കാര്യവും കുറച്ച് ചിന്തയും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് യാത്രയൊക്കെ ആയിട്ട് കുറച്ച് ആലസ്യങ്ങളിലായിരുന്നു അല്ലേ, കുറച്ച് മടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോഴത്തെ ചർച്ചകൾ, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊരു ചർച്ച എന്ന് പറയുന്നത് പുതിയൊരു ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ, ഒരു ന്യൂസ് ചാനലും കൂടെ വരുന്നു. അതിലേക്കുള്ള കൂടുമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷഫ്ലിങ്ങുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാധു റിപ്പോർട്ടിലേക്ക് പോകുന്നു, സുജയ പാർവതി, പത്മപ്രിയയോ, വേണു, അങ്ങനെയുള്ള കുറേ പേര് പുതിയ ബിഗ് ടി വിയിലേക്ക് മാറുന്നു. സുജയ പാർവതിയുടെ ഒക്കെ പോക്കാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. വേണു പിന്നെ പല ചാനലിനകത്തും പോയി അവസാനം എത്തിയതാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതിലെ ഒരു പ്രധാനപ്പെട്ട ആൾ, അതായത് 24 ന്യൂസ് ചാനലിലെ ശ്രീകണ്ഠൻ നായരുടെയും കൂടെയും ഹാഷ്മിയുടെ കൂടെയും എപ്പോഴും പിടിച്ചു നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന വാർത്താമഴ എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന എസ് വിജയകുമാർ, അദ്ദേഹം എൻ്റെ ഒരു അയൻട്രി കസിൻ സാറാവത് നല്ലിയാവതോട് മുഴുവൻ മാതിക്കൊണ്ടേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഒരു കസിനാണ്. അതായത് കസിൻ എന്നതിലുപരി എൻ്റെ കളിക്കൂട്ടുകാരനാണ്. വിജയകുമാറും ജയനും എൻ്റെ ആങ്ങളയും ഒക്കെയായിരുന്നു അന്നത്തെ എൻ്റെ കളിക്കൂട്ടുകാർ. കാരണം ഞങ്ങളുടെ ആ ഭാഗത്ത് പെൺകുട്ടികൾ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കധികം പെൺകുട്ടികളെ കളിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇവരുടെയൊക്കെ കൂടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നതും. അതായത് എപ്പോഴും അതായത് ഒരു ദിവസം 1-2 തവണയെങ്കിലും വീട്ടിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോകുന്ന, അത്രയ്ക്കധികം തൊട്ടടുത്ത വീടും അത്രയ്ക്കധികം ബന്ധവും സൗഹൃദവുമുള്ള എസ് വിജയകുമാർ ബിഗ് ടി വിയിലേക്ക് മാറുന്നു എന്ന വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം കുംഭമേളയ്ക്കൊക്കെ പോകുന്ന മുമ്പേ അറിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം അത് എടുക്കാനൊന്നുള്ള സമയവും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ അത്രയ്ക്ക് ബന്ധവും സൗഹൃദവുമുള്ള ആൾക്കാരാണ് വിജയകുമാറും വിജയകുമാറിൻ്റെ ചേട്ടനും അവരുടെ ഫാമിലിയും ഒക്കെ. എൻ്റെ ഒരു അമ്മാവനായിട്ട് വരും വിജയകുമാറിൻ്റെ അച്ഛൻ. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണും അതിൻ്റെയൊക്കെ മാറുമ്പം. പക്ഷേ എന്നിരുന്നാലും വാർത്താ ചാനലുകൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തുവാണ് ഈ മസാല അല്ലേ, മസാല ഈ സീരിയൽ കാണുന്ന പോലൊരു അനുഭവം നമ്മളിലേക്ക് സൃഷ്ടിക്കാനാണ് നോക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് മസാലകൾ ചേർത്ത കഥകൾ പറയുന്നതിനാണ് അവർക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മസാല ചേർത്ത് അല്ലേ, ആൾക്കാരെ പിടിച്ചെടുത്തൊക്കെ വേണം. ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിഹിതം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അവിഹിതം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ബജറ്റ് വന്നതിൽ ആമമുട്ടയാണ് തന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ. തന്നതൊന്നും മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. PM ശ്രീ പദ്ധതിയൊക്കെ പറ്റിയിരുന്ന കുട്ടികൾക്ക് എന്ത് പ്രയോജനമായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്. കിട്ടിയതൊന്നും നേരെ ചൊവ്വേ ഉപയോഗിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയത് വൃത്തിയായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കരച്ചിൽ കരയേണ്ട കാര്യമില്ലായിരുന്നു. ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ടാൽ കേട്ടിരിക്കുന്നവരെല്ലാം മണ്ടന്മാരായി പോകും ആണെന്ന് തോന്നിപ്പോവും. ഇനി എന്തായാലും എന്നെ സംഖ്യയാക്കിയതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം അതൊക്കെയാണ്. ഇപ്പം ബിഗ് ടി വി വരുമ്പോൾ അതിലെങ്കിലും അല്ലേ നേരായ വാർത്തകളും നേരായ കാര്യങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കൊള്ളാം. മൈരൂർ അനിൽ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഈ ബിഗ് ടി വിയും അതേപോലെ തന്നെ 24 ന്യൂസ് ചാനലും റിപ്പോർട്ടർ ചാനലും ഒക്കെ ആണെങ്കിൽ, വിജയകുമാറാണെങ്കിലും നികേഷ് കുമാറിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യ വിഷനിനകത്ത് തുടങ്ങി പിന്നെ 7 വർഷമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടറിനകത്ത് 7 വർഷമായി. ഇനിയും പുള്ളി അതിൽ നിന്ന് ഇറങ്ങുകയാണ്. അവർക്ക് സാലറി ഹൈക്കൊക്കെ വേണമല്ലോ അല്ലേ. ശ്രീകണ്ഠൻ നായരാവുന്ന ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ കുഞ്ഞുമോൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കുഞ്ഞുമോൻ മാറി ബിഗ് ടി വിയിലേക്ക് മാറുന്നു. അപ്പോൾ ബിഗ് ടി വി വരുന്നത് കാത്തിരിക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഈ കഥയെന്ന് പറയുന്നത്, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് കുളിക്കാനൊക്കെ പോകുന്ന ആറ്റിൽ. അപ്പോൾ എൻ്റെ ചേച്ചിയും ഞാനും വിജയകുമാറിൻ്റെ ചേട്ടൻ ജയനും എല്ലാം കൂടി ഇങ്ങനെ കുളിക്കാൻ പോകുക. ചെറുപ്പത്തിലാണ്, തീരെ ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 2-ലും 3-ലും ഒക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ തോർത്ത് വെച്ച് മീൻ പിടിക്കും. അപ്പോൾ ഞാനും ജയനും ഈ തോർത്ത് വെച്ച് മീൻ പിടിച്ചത് കണ്ട് അത് ഇങ്ങനെ പെടയുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അതൊന്നും അറിയില്ലല്ലോ നമ്മൾ അത് ചാവാൻ പോകാന്നുള്ള ഒരു തീവ്രമായ ബോധമൊന്നും അതിനെക്കുറിച്ചില്ല. അപ്പം പുള്ളിക്കാരിക്ക് ഇത് കണ്ട് സങ്കടം വന്നു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മീനെ അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളെ കുറേ ഉപദേശിച്ചിട്ട് ഇനിയും നിങ്ങൾ ഒരിക്കലും മീനെ ഇതുപോലെ പിടിച്ച് കൊല്ലരുത് എന്ന് എന്നെക്കൊണ്ടും ജയനെ കൊണ്ടും ശപഥം ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ശപഥം ചെയ്തു ഇനിയും മീൻ പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ആറ്റിലൊക്കെ പോയി തുണിയൊക്കെ നനച്ച് ക്ഷീണിച്ചാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. ഒരുപാട് സമയമെടുക്കുക, ഒന്നും പോക്കില്ല, വല്ലപ്പോഴും ഒക്കെ പോകുള്ളൂ. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മീൻകറി കൂട്ടി ചേച്ചി ചോറുണ്ടോണ്ടിരിക്കുന്ന അതായത് മീൻകറി കൂട്ടി ചോറുണ്ടെന്ന ആ ഒരു ഭാഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് മീനെ കൊല്ലരുത്, പാപമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അരമണിക്കൂറോളം ഉപദേശിച്ച ആൾ നല്ല അസ്സൽ മീൻകറി കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണുകയാണ്. ഞാൻ താടിയെ കൈയും കൊടുത്തിരുന്നു പോയി അത് കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ചെറിയ കഥ പറയാനുള്ളത്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഓർത്തതാണ്. കുഞ്ഞുമോൻ്റെയൊക്കെ ജയൻ്റെയൊക്കെ കാര്യം ഓർത്തപ്പോൾ ഇങ്ങനെ ഒരു കഥ ഞാനിങ്ങനെ ഓർത്തുപോയി.
ഇത്രയേ ഉള്ളൂ. അപ്പം ഈ കുഞ്ഞുമോൻ ഞാനുമൊക്കെ, കുഞ്ഞുമോൻ മനസ്സ് വിജയകുമാറും ഞാനുമൊക്കെ വളരെ അത്രയ്ക്ക് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ പുള്ളി എറണാകുളത്തേക്ക് താമസം മാറിയപ്പോഴൊക്കെയാണ് കാണാൻ സാധിക്കാതെ വരുന്നത്. എന്നാലും വർഷത്തിലൊരിക്കൽ ഈ പറഞ്ഞ പോലെ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട്.